ഏപ്രിൽ 23 തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ. ടി.വി.കെ ലീഡർ നമ്മുടെ വിജയ് കന്യാകുമാരി റാലിക്കിടെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതായത് ആള് സിനിമയിലെ കാണുന്ന ഷോ ഉണ്ടല്ലോ, അതുപോലെ ആള് ഒരു സൈക്ലിങ് ആൾക്ക് ഭയങ്കര ഹരമാണ്. അതായത് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ആള് സൈക്കിളിലൊക്കെ വന്നിട്ട് വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോസൊക്കെ. വളരെ ഷൈൻ ചെയ്തു. ഒരു സൂപ്പർ സ്റ്റാർ ഒരു സൈക്കിളിലൊക്കെ വന്ന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണികളുടെ ഇടയിൽ ഭയങ്കര ഹരമാണ് അല്ലേ? അപ്പൊ ഈ കന്യാകുമാരിയിലെ റാലി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാരവാനിൽ നിന്ന് ഇറങ്ങിയിട്ട് നല്ല സൈക്ലിംഗ് ഒക്കെ ചെയ്ത് വളരെ ചുറ്റും ആരാധക വൃന്ദങ്ങള്, ഫുൾ ഫാൻസുകള്, വിജയ് പറയുന്ന ചാകുന്ന ടീമുകള് ചുറ്റും നിന്ന് ഹർഷാരവം കൊള്ളുക. വിജയ് സെൻട്രലിൽ സൈക്കിൾ ചവിട്ടിയിട്ട് ഭയങ്കര ഷൈൻ ചെയ്യണ ഒരു വീഡിയോ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരാള് ഈ പൂവിന്റെ കെട്ടുണ്ടല്ലോ അതെടുത്തിട്ട് വിജയ്ക്ക് നേരെ ഒരു കയറി എറിഞ്ഞു. അപ്പോഴാണ് യഥാർത്ഥ ഹീറോന്റെ തനിനിറം, ശരിയായ ബ്രേവ്നെസ് എന്താണെന്ന് അദ്ദേഹം കാണിച്ചെന്നത്. അദ്ദേഹം വേഗം തിരിഞ്ഞു ഓടി, ബോംബാണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു ഓടി. ഓക്കെ, അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. യഥാർത്ഥ സിനിമയിലെ ഹീറോയിസം അല്ല റിയൽ ലൈഫിലെ ഹീറോയിസം എന്ന് ശരിക്കും മനസ്സിലാക്കി തന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ഇപ്പൊ സിനിമയിലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നായകൻ ഈ ഒരു പന്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൂക്കളുടെ ഒരു പന്ത് കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു ഓടുവോ എറിയുന്നത് കണ്ടു കഴിഞ്ഞാൽ? അപ്പൊ അതാണ് ഒരു വളരെ രസകരമായ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം ഹീറോന് നല്ല പേടിയുണ്ട്. എന്താ പറയുക, തമിഴ്നാട് രാഷ്ട്രീയമാണ്. അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കുക, അവിടെ എന്തും ചെയ്യാനുള്ള ആളുകളുണ്ട്. അതില് ജസ്റ്റ് ഒരു ഓർമ്മ വരുന്നത്, ഈ VIP എന്ന സിനിമയിലെ ധനുഷിന്റെ ഒരു കഥാപാത്രം മറ്റേ പ്രകാശ് രാജിന്റെ അനീതിയെ പ്രണയിക്കുന്നതാണ് അതിലൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ധനുഷ് എന്ന് പറയുന്നത് വളരെ ഒരു പിച്ചക്കാരൻ ലെവലും, നായിക എന്ന് പറയുന്നത് പ്രകാശ് രാജിന്റെ പെങ്ങളെന്ന് പറയുന്നത് കോടീശ്വരിയാണ്. അപ്പൊ ഈ ധനുഷിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ 50 ലക്ഷത്തിന് കൊട്ടേഷൻ കൊടുക്കുകയാണ് ധനുഷിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതറിഞ്ഞ ധനുഷ് പ്രകാശ് രാജിന്റെ അടുത്ത് പോയി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത്, എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി ഒരു 50 ലക്ഷം രൂപ ചെലവാക്കുന്നത്? എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ തന്നെ 1000 രൂപ ഒരു ക്വാർട്ടറും കൊടുത്താൽ തന്നെ എന്നെ പോട്ടി തള്ളിയിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞത്, ധനുഷ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തമിഴ്നാട്ടില് ഒരു 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലാൻ ആളുകളുണ്ട്. അപ്പൊ അത് വിജയ്ക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കൂട്ടിയത്. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ആ വീഡിയോ വളരെ വൈറലാണ്. അപ്പോൾ ഏകദേശം തമിഴ്നാട് രാഷ്ട്രീയത്തില് അദ്ദേഹം പോയി ചെന്ന് ചാടുകയും ചെയ്തു. അവിടെ നിന്നിപ്പോ വെളിക്ക് വരാനും പറ്റാത്ത കണ്ടീഷനായി. ഓക്കെ, അതായത് മറ്റൊരു ഭാഗത്ത് ഈ വിജയ് മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നഖശിഖാന്തരം എതിർക്കാൻ പഴയ 2 സിംഹങ്ങൾ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ മറ്റാരുമല്ല, രജനീകാന്തും, രണ്ടാമത് കമലഹാസനുമാണ്. കമലഹാസൻ പിന്നെ ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ ആഴ്ച ഡയറക്റ്റായിട്ട് സ്റ്റാലിനെ പിന്തുണ പ്രഖ്യാപിച്ചു. രജനീകാന്തും കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ വിജയനെ താങ്ങുന്നുണ്ട്. അദ്ദേഹവും ഇൻഡയറക്റ്റ് ആയിട്ട് DMKക്ക്
പിന്തുണ പ്രഖ്യാപിച്ചു. വിജയ് ആകെ ഒരു പ്രതിസന്ധിയിലാണ്. എന്തായാലും അവിടെ വന്ന് പെടുകയും ചെയ്തു. മൊത്തം എന്താ പറയാ, അതിൽ നിന്ന് ഊരാനും പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ്. ഉള്ള ഇമേജും പോയി, പടം ഉള്ളത് ഇറങ്ങാനും പോകുന്നില്ല. മൊത്തം ആകെ ബെർലി പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ റാലിയും ആ റാലിയോടനുബന്ധിച്ചുള്ള ഈ കോമഡി സീനുകളും. ഓക്കെ, തമിഴ്നാട് രാഷ്ട്രീയം അങ്ങനെയാണ്. ശരിക്കും വിജയനെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു സിനിമ സ്റ്റാർ ആയിട്ടാണല്ലേ. സപ്പോസ് ഞാനടക്കം ഈ വിജയ് എന്ന് പറയുന്ന നടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് ഇടയിൽ വെച്ച് ഈ അതിമാനുഷിക കഥാപാത്രം വന്നപ്പോൾ മുതലാണ് അദ്ദേഹത്തിന് അധികം ഇഷ്ടപ്പെടാണ്ടിരുന്നത്. അല്ലെങ്കിൽ വിജയ് ഒരു കാലത്ത് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനായിരുന്നു. പിന്നീട് അദ്ദേഹം ആ തിരുപ്പാച്ചി പറഞ്ഞ സിനിമയിൽ ആ കൊടുവാൾ കൊടുത്തിട്ട് ഓടിയല്ലോ, അന്ന് മുതൽ അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിന് അധികം ഇഷ്ടമല്ല. ഓക്കെ, 2026 ലോകം തന്നെ ഉറ്റുനോക്കുന്ന ആ ഒരു ഇലക്ഷനായി മാറി. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വിജയിന്റെ ഗ്ലാമർ പരിവേഷം തന്നെയാണ്. അതായത് ഒരു ഭാഗത്ത് മറ്റേ സിനിമ ഫീൽഡിൽ നിന്ന് തന്നെ വൻ എതിർപ്പ്. അതായത് മറ്റേ രജനി കമലില്ല, രണ്ട് മറ്റേ തൈ സിംഹങ്ങള്. അപ്പോ അവരാണ് വിജയ്ക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒരു പാര എന്ന് പറയുന്നത്. പിന്നെ വളരെ കരൂർ ദുരന്തം ഉണ്ടാകുന്നത് വരെ അദ്ദേഹം വളരെ എന്താ പറയാ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള സമയങ്ങളിലാണ് അദ്ദേഹത്തിന് ആ ജനനായകത്തിന്റെ പ്രശ്നങ്ങളും മറ്റേ CBI പ്രശ്നങ്ങളും അതെല്ലാം സഹിക്കുക. കുടുംബത്തിൽ നിന്ന് ഉള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ രൂക്ഷമായത്. പിന്നെ അതിനുശേഷം ആള് മറ്റേ ഒരു പ്രമുഖ നടിയുമായിട്ടുള്ള ഗോസിപ്പ്, പിന്നെ അതിനെ തുടർന്ന് അവരുമായിട്ട് കൂടുതൽ പബ്ലിക്കായിട്ട് വന്ന് ഇത് ചെയ്തത്, ഇതെല്ലാം തമിഴ്നാട് രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഓക്കെ, അപ്പോ എന്തായാലും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ ആയിരിക്കുകയാണ്. കാരണം ഏറ്റവും പീക്ക് പോയിന്റിലാണ്. ബാക്കിയുള്ള ആളുകളൊക്കെയാണ് പറഞ്ഞ് ഏകദേശം അവരുടെ കരിയർ കഴിഞ്ഞതിന് ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. വിജയ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും പീക്ക് പോയിന്റിലാണ് നിൽക്കുന്നത്. ആ ടൈമിൽ തന്നെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് കണ്ടെന്ന് അറിയേണ്ടി വരും. അപ്പോൾ വിജയ്ക്ക് അടുത്ത ഒരു CM ആകട്ടെ, CM ആകുമെന്ന് വലിയൊരു വിഭാഗം ആളുകളും വിശ്വസിക്കുന്നു. പക്ഷെ അത് ഇലക്ഷൻ കഴിഞ്ഞത് തന്നെ അറിയുള്ളൂ. അതാണ് തമിഴ്നാട് രാഷ്ട്രീയം അങ്ങനെയാണ്. ഓക്കെ, കുറെ ഫാൻസുകൾ ഉണ്ടായിട്ട് ആ ഫാൻസുകൾ കംപ്ലീറ്റ് വോട്ട് ചെയ്യണമെന്നില്ല. ഇപ്പൊ വിജയിന്റെ ഓരോ ഭാഗങ്ങളിലുള്ള തിരക്കുകൾ, ഇപ്പൊ ജസ്റ്റ് കരൂർ വരണ ആ സ്ഥലത്ത്, അല്ലെ കന്യാകുമാരിയില്, അല്ലെങ്കിൽ സേലത്തില്, ഈറോഡ്, ഈ ഭാഗങ്ങളിലൊക്കെ വമ്പിച്ച വിജയ് പോയവിടെയൊക്കെ ഒരുപാട് ജനക്കൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനക്കൂട്ടം പറഞ്ഞാൽ സാധാരണയിൽ കവിഞ്ഞ ജനക്കൂട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. வருவாங்க. நானும் கேரளால எல்லாம் போவேன் சில டைம்ல. அப்ப சொல்லுவாங்க மக்கள், அண்ணே அவங்க பேசுறது நம்மள தமிழர்கிட்ட அண்ணன் 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 பேசுவாங்க. அண்ணே, அதாவது உங்க தமிழ் மக்கள் சர்வசாதாரணமா ஒரு நடிகர்கள் எல்லாம் ஓட்டு போடுறாங்களே, என்ன அநியாயமா இருக்குது, அதாவது மண்டையில ஏதாவது மூளையே கிடையாது அவங்களுக்கு அப்படின்னு சொல்லுவாங்க. கேட்பாங்க. ஏன்னா இங்க கூட இங்க கேரளாவோட நிறைய பெரிய பெரிய நடிகர்கள்லாம் இருக்கிறாங்க. ஆனா நின்ன 10 ஓட்டு கூட வாங்க முடியாது. ஆனா எல்லாம் சினிமா மேல ஆசைப்படுவாங்க, பார்ப்பாங்க, படம் பார்க்கறதோட முடிச்சுட்டு வந்துருவாங்க. அவங்களுக்கு ஓட்டு போட மாட்டாங்க. ஏன்னா அவங்களுக்கு அரசியல் பத்தி என்ன தெரியும்? அவங்களுக்கு போய் ஓட்டு போடுறாங்களே, இந்த தமிழ் மக்களுக்கு மூளையை இருக்கும் அப்படின்னு சொல்லி உளுந்து உளுந்து சிரிப்பாங்க. ஏன்னா நம்ம தமிழ் மக்கள் நம்ம எதில் எடுத்துட்டா நம்ம தமிழை ஏமாந்தே தான் போறோம். அதுதான், வேற ஒன்றும் இல்லை. கேரளாக்காரன் இருக்கிற புத்தி தமிழுக்கு இல்லை. ഓക്കെ, അതായത് ആദ്യം മറ്റേ കന്യാകുമാരി റാലി ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈറോഡ്, സേലം, മറ്റേ ചെന്നൈ, കരൂർ, ഈ ഭാഗങ്ങളിലൊക്കെ വമ്പിച്ച ജനപിന്തുണ അല്ലെങ്കിൽ വമ്പിച്ച ജനത്തിരക്കൊക്കെ പതിവിൽ കവിഞ്ഞുണ്ട്. അതെല്ലാം വോട്ടായി കഴിഞ്ഞാൽ വിജയ് തീർച്ചയായിട്ടും ജയിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അത് വേറൊരു ഭാഗത്ത് മറ്റേ ആ ഒരു ഗ്ലാമർ പരിവേഷം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ സ്റ്റാറുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലേക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ പദവി നിൽക്കുന്ന ഒരാൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ കാണാൻ വരുമല്ലോ. അതെല്ലാം വോട്ടിൽ വീണ് കഴിഞ്ഞാൽ വിജയനെ പിടിച്ചാൽ കിട്ടില്ല.
അല്ലെങ്കിൽ വിജയന്റെ അവസ്ഥ പരിതാപകരമാവും എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷണം. അപ്പോൾ വിജയന്റെ ആ ഒരു മറ്റേ സൈക്ലിങ്ങും അവിടെ ഉണ്ടായിരുന്ന ഇതെല്ലാം വളരെ എന്താ പറയുക ഒരു കോമഡി പീസായി മാറി അല്ലേ. അദ്ദേഹത്തിന്റെ സൈക്ലിങ്ങും ഒരു വളരെ ഗ്ലാമർ പരിവേഷമായിട്ട് സൈക്ലിംഗ് ചെയ്യുകയും പിന്നീട് തിരിഞ്ഞോടി ഇത് ചെയ്യുന്നത് അല്ലേ. അതായത് ഹീറോയിസം സിനിമയിൽ മാത്രമേ ഉള്ളൂ, നേരിട്ട് ജീവനിൽ പേടിയും മറ്റുമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മുടെ അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.